ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്വീറ്റ് കോൺ വെച്ചിട്ടുള്ള ഒരു സൂപ്പിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്കിങ്ങനെ വീട്ടിലുണ്ടാക്കാം നോക്കാം. അതിനായിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 150 ഗ്രാമോളം ബോണോട് കൂടിയ ചിക്കൻ എടുക്കുക. ബോണോട് കൂടിയ ചിക്കനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ബോൺ ആയിട്ടുള്ള ചിക്കൻ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ചിക്കൻ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാനൊരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫൈനായിട്ട് പൊടിച്ചെടുത്തല്ല, അതിന് മുമ്പായിട്ട് കുറച്ച് തരിതരിപ്പുള്ള കുരുമുളകാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കുറുകി വരും കേട്ടോ. അപ്പോൾ 1 ലിറ്റർ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി സോയസൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതേ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊക്കെ ഇത് ചിക്കനൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ഈ ബോണിൽ നിന്ന്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ ചിക്കനൊക്കെ എടുത്ത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിതിപ്പോൾ ഇതൊക്കെ എടുത്ത് വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അതിനുശേഷം ഈ ചിക്കൻ വേവിച്ച വെള്ളം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ചിലപ്പോൾ എല്ലിൻ്റെ പീസൊക്കെ ഉണ്ടെങ്കിലോ, അപ്പോൾ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. ആ പാനിൽ തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പോളം ഫ്രഷ് ആയിട്ടുള്ള കോൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി 1/2 കപ്പ് ബീൻസ് കട്ട് ചെയ്തെടുത്ത് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. ആ സമയം ഞാൻ 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറില്ലേ അത് ഇതുപോലെ വെള്ളം ചേർത്ത് നന്നായിട്ട് കട്ട കെട്ടാതെ ഇതുപോലെ അങ്ങ് ഒരു ബൗളിൽ വെച്ചിട്ട് കലക്കി കൊടുക്കുക. അപ്പോൾ 2 ടേബിൾ സ്പൂണാണ് എനിക്ക് കറക്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ലൂസ് ആവശ്യമുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതിയാവും. അപ്പോൾ ഇതെനിക്ക് കറക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ തിളച്ചു കൊണ്ടിരിക്കുന്ന വെജസിലേക്ക് നമുക്ക് ഈ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. കാരണം ഇത് കിടന്ന് നന്നായിട്ട് വേവട്ടെ, എന്നാലേ ആ നല്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത് കിടന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അതിനുശേഷം ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കോൺഫ്ലവർ ചേർക്കുമ്പോൾ ഇത് കുറച്ച് കുറുകി വരുവേ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ കുറച്ചുകൂടി കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇല്ലേ അതൊന്ന് പിച്ചിയെടുക്കുക കേട്ടോ. ഇതുപോലെ അതിന്ന് ബോൺ മാറ്റിയിട്ട് ഇതുപോലെ അങ്ങ് ചെറിയ കട്ടാക്കിയിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അത് ചേർത്ത് കൊടുക്കാം. ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് ആണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഡാർക്ക് ആയതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഹെൽത്ത് ബേസ് നോക്കുകയാണെങ്കിൽ സോയ സോസ് ചേർത്ത് കൊടുക്കണ്ട. ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുട്ടയുടെ വെള്ള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്ത ശേഷം മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെയല്ല നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുമ്പോൾ മുകളിൽ ഇങ്ങനെ വെള്ളയായിട്ട് കിടക്കുന്നതാണല്ലേ ചൈനീസ് സൂപ്പിൽ. അപ്പോൾ ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ മുകളിലായിട്ട് ഈ വെള്ള കളറിൽ ഈ മുട്ടയുടെ വൈറ്റ് ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ, എന്നാലേ കൂടുതൽ ആളിലേക്ക് ഇതെത്തും. അതുകൊണ്ടൊന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തേക്കണേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഫൈനലായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സൂപ്പ് റെഡിയാണ് കേട്ടോ. ഇതാ നല്ല റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റുള്ള സൂപ്പാണ്. അപ്പോൾ ഇത് കുറച്ച് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കുറച്ച് തണുക്കുമ്പോൾ തന്നെ ഇത് കുറച്ചുകൂടി കുറവും കേട്ടോ. അപ്പോൾ സൂപ്പ് കുടിക്കുന്ന സമയത്ത് നല്ല ചൂടോടുകൂടി തന്നെ സൂപ്പ് കുടിക്കാൻ ശ്രദ്ധിക്കുക. എന്നാലേ നല്ല കറക്റ്റായിട്ട് സൂപ്പിൻ്റെ ടേസ്റ്റ് കിട്ടും. നമുക്ക് തണുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ ചൂടോടുകൂടി തന്നെ കഴിക്കുക കേട്ടോ. ഇനി ഞാനിതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റട്ടെ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.